എല്ലാ പ്രാവശ്യം പോലെ തന്നെ മീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നേരെ ഫുഡാട്ടോ ലക്ഷ്യം. അങ്ങനെ നേരെ അതാ ചൈനൻ്റെ ഹോട്ടലിൽ പോയിട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. ചൈനൻ്റെ ആയതുകൊണ്ട് തന്നെ അധികം നമ്മൾ മെനക്കെട്ടിയില്ല. ഓരനാണ് ഫുള്ള് മെനു ഒക്കെ നോക്കലും പിടിക്കലും ആയാലൊക്കെ. അപ്പോൾ എന്തൊക്കെ ഐറ്റംസുകളൊക്കെ ഓർഡർ ചെയ്തിട്ട് വന്നാൽ കാണാൻ എന്തൊക്കെയാണെന്നുള്ളത്. ഫുള്ള് ചൈനൻ്റെ സോഫ്റ്റ് ഡ്രിങ്ക്സ് തേങ്ങൻ്റെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഒരു രക്ഷയിൽ ഈ കോലും കോലിയോട് ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാന്നുള്ളൊരു ചിന്തയിലാട്ടോ ഞാൻ. അപ്പോൾ മൂപ്പർക്ക് എൻ്റെ ഫോട്ടോ വീഡിയോ എടുക്കണമെന്നൊരു പൂതി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെടുത്തോട്ടെ എന്നുള്ളത്. അങ്ങനെ നേരെ ചെമ്പട്ടി നിറച്ചും സൂപ്പ് കൊണ്ടിട്ടുണ്ടോ. പിന്നെ അതാ നൂഡിൽസ് ഉണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട്. നേരെ തിന്ന് നാട്ടിൽ പോയാൽ നടുക്കഷ്ണം തിന്നണം പറഞ്ഞ മാതിരി ഞാനും പിന്നെ ഒന്നും നോക്കിയില്ല. കോലും വടിയും ഒക്കെ എടുത്ത് ഞാനും തുടങ്ങി പരിപാടി. പിന്നെ കാളാഞ്ചിൻ്റെ ഒരു കുടുംബക്കാരനാണ് അത്. മൂപ്പർ ഇങ്ങനെ കടത്തി കൊണ്ടുവച്ചിരിക്കുന്നത്. ഈ നാട്ടിലൊക്കെ ആണ് തോണി മീൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലത്തും മെനു വരും. പിന്നെ സംഭവം എന്തായാലും നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മുടെ നാട്ടിലെ കറി പോലെ തന്നെ നല്ല എന്താ പറയുക എരിവും കാര്യങ്ങളൊക്കെ. ഭക്ഷണം പിന്നെ മുന്നേ കൊണ്ടുവച്ചാൽ ഒരു ലോക്കിയില്ല കേട്ടോ. പിന്നെ വേഗം നോക്കുക, തിന്നാനാണ് നോക്കുക. ഞാനും കിട്ടിയ സാധനം കുറേ വാരിയിട്ട് പിന്നെ ഞാൻ നോക്കുന്നത് ഇതിൻ്റെ പ്രത്യേക നേക്കുണ്ട് കേട്ടോ. അത് എങ്ങനെ പിടിച്ചാലേ കറക്റ്റ് കിട്ടുള്ളൂ. ഞാനെനിക്ക് അറിയുന്നതുകൊണ്ട് എന്തൊക്കെ ഞെക്കി പിടിച്ചൊക്കെ സംഭവം എടുത്ത് ട്രൈ ചെയ്തു. പക്ഷേ നമുക്ക് ഇതൊന്നും നടക്കൂല കേട്ടോ. ഇതിനേക്കാൾ നല്ല നമ്മൾ സ്പൂണും അല്ലെ കൈ കൊണ്ട് തിന്നണം. അതൊക്കെ ഓർക്കണ്ടേ നടക്കുള്ളൂ. പിന്നെ കാളാഞ്ചിമ്മലൊന്നും ആരും ഇല്ല. മൂപ്പർ കിടന്ന് തിളക്കിയാണ്. അതിനനുസരിച്ച് എൻ്റെ പള്ളയൊന്നും തിളക്കിയെന്ന് കിട്ടും. അതാരും തൊട്ടിട്ട് വേണം അമ്പക്കും തൊടാൻ. സംഭവം ഫിഷ് നല്ലോണം ഗ്രില്ല് ചെയ്തിട്ട് നല്ല മസാലയൊക്കെ ഇട്ടിട്ട് ചെറിയൊരു സാലന പോലെ ഉണ്ടാക്കിയിട്ടോ. അതിൽ കുറേ ഐറ്റംസ് ഇട്ടിട്ട് ഫുള്ള് ചൈനൻ്റെ ഐറ്റംസ് ആണ്. ഇതിൽ ബാമ്പു എന്ന് പറഞ്ഞിട്ടുണ്ട്. ചൈനൻ്റെ എന്തോ മുള ഐറ്റംസ് ആണ്. അങ്ങനെ എല്ലാവിധ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എന്തായാലും നോക്കിയില്ല, ആരും എടുത്തില്ല. ഞാൻ നല്ലൊരു പസർമുള അതൊരു കഷ്ണം കൂട്ട് എടുത്ത് തിന്ന് നല്ല അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ ഉഷാറാണ്. പിന്നെ നമ്മളതാ ഫ്രണ്ടും കസ്റ്റമറൊക്കെ ആയ നമ്മൾ ശുക്കൂർക്കാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളതാ ഫുഡൊക്കെ കഴിച്ച് നേരെ ഞങ്ങളിതാ കുറച്ച് സംസാരിച്ചൊക്കെ പിരിഞ്ഞിട്ട്